വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആനക്കോട്ടയിൽ പോയിട്ടു ഗായ്സ്. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉവൈസ് മാമൻ്റെ കല്യാണത്തിന് വന്നിട്ട് അതിന് ശേഷം പാപ്പാൻ്റെ ഫ്രണ്ട് കേട്ടോ ഷിഹാബ് മാമൻ്റെ കൂടെ നമ്മൾ വന്നു കേട്ടോ. എല്ലാവരും കൂടി അങ്ങനെ ആനക്കോട്ടയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ആനക്കോട്ടയിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടേ വന്നു കേട്ടോ ഗൈസ്. ഞാൻ ആ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഗൈസ്. ഇത് മറ്റേ എൻ്റെ ആ ബ്ലൂ കോട്ടില്ലേ അതിൻ്റെ പിന്നെ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗായ്സ് ഇതാ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ടോ. ഞാനും പിന്നെ എന്താണ് ഷിഹാബ് മാമൻ്റെ രണ്ടാമത്തെ മോനൊരു കമ്പനി ആയിട്ടോ. ഞങ്ങൾ ഫസ്റ്റ് അങ്ങനെ കമ്പനി ആയിട്ടോ ഗായ്സ്. നല്ല രസമായിരുന്നു. കാരണം ഒറ്റയ്ക്കാണെങ്കിൽ ബോറടിക്കുന്നുണ്ടാവുമായിരുന്നു. ബട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ കമ്പനി ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. ഫസ്റ്റ് നമ്മൾ എന്താണ് പപ്പയും ഷിഹാബ് മാമയും കൂടി സംസാരിച്ച് അങ്ങനെ ആനക്കോട്ടയിൽ പോകാൻ നോക്കിട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരിൻ്റെ ആ ഒരു സ്ഥലത്താട്ടോ സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഗുരുവായൂരിൻ്റെ ആ ഒരു ഏകദേശം തൃശ്ശൂർ ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ആനക്കോട്ട എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. ശരിക്കും ഇതൊരു ആനൻ്റെ ഒരു കാര്യങ്ങളാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗായ്സ് ഇതാ നമ്മൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാൻ ഇന്ന് മൊത്തം ഉമ്മാൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു. കാരണം എന്നെ മിക്ക വീഡിയോസിലും പെടുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഗൈസ് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞാനും അവന് നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. ആക്ച്വലി ഇത് പറഞ്ഞാൽ ഗൈസ് ഇങ്ങനെ നല്ല രസം, ഇങ്ങനെ കുറേ അവിടേക്ക് ഇവിടേക്കൊക്കെ അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ കമ്പനി ഉള്ളതുകൊണ്ട് ശരിക്കും ഗൈസ് അതുകൊണ്ട് അടിപൊളിയായി. ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ എനിക്ക് വലിയൊരു രസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ പറയുകയാണെങ്കിൽ ഞാൻ പറയാം ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഗൈസ്. കുറച്ച് ആനകളെ കാണാം, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് വലുതായിട്ടൊന്നുമില്ല ഇത് എന്ന് പറഞ്ഞാൽ. ഇത് ആനനെ കുളിപ്പിക്കുന്നുണ്ട്. ഈ ആനനെ കാണാമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് തോടാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും എന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിതൊന്നും അല്ലാറ്റായിട്ടാ തോന്നിയത് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ആനക്കോട്ട എന്നൊക്കെ പറയുമ്പോൾ തൊടാൻ പറ്റണം. അത് പറഞ്ഞാൽ ഇങ്ങനെ നന്നായി മെരുക്കിയെടുത്ത ആനകളൊക്കെ ആണെങ്കിൽ നമുക്ക് തൊടാനും ഒക്കെ പറ്റുമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ മുകളിൽ കയറാൻ ഇതിലൊന്നും പറ്റില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് എനിക്ക് പിന്നെ ഗൈസ് ഇതിൽ കുറേ വരുമ്പോൾ നമ്മൾ ഒറ്റ കൊമ്പനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒറ്റ കൊമ്പൻ നല്ല സ്ട്രെങ്ത് ഉള്ളു ഗൈസ്. ഞങ്ങൾ ഫസ്റ്റ് വിചാരിക്കുകയായിരുന്നു ഈ ആന ഇങ്ങനെ എന്താണ് തിരിച്ചിട്ട് കളർത്തി അപ്പുറത്തെ സൈഡ് ചളിയാലായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ചായിട്ട് വന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡ്, അപ്പോൾ അപ്പുറത്തെ സൈഡ് പിന്നെ ചളിയാലും ഇപ്പോൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം നല്ല. ബട്ട് അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അത്ര പോരാന്ന് ഞാൻ പറയില്ല, എന്നാലും പോരാ ഗൈസ്. എന്നാലും വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മണമാണ് ഗൈസ്. ആനപ്പിണ്ടീൻ്റെ മണം എനിക്കോ പൊന്നോ ബട്ട് ഫസ്റ്റ് ഒന്നുമില്ല, കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മണം വരും ഗൈസ്. ഒരു ഡിസ്കസ്റ്റിംഗ് മണമാണ്. അയ്യോ അത് മാത്രം കേട്ടോ അവിടെ കുഴപ്പമില്ല. അല്ല ഇത് ഒബ്വിയസ്ലി ഇത് എന്തായാലും ഉണ്ടാവും. എന്നാലും എനിക്ക് അത് മാത്രം ഒരു പ്ലസ് പോയിൻ്റോ അല്ല ഒരു മൈനസ് പോയിൻ്റ് ആയിട്ട് തോന്നി കേട്ടോ ഗൈസ്. ഇവിടെ അത്യാവശ്യം നല്ല ആനകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് ഇങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ എന്താണെന്നറിയില്ല. എനിക്ക് നേച്ചറൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് എനിക്ക് ഒന്നും തോന്നിയില്ല കേട്ടോ ഗൈസ്. അതല്ലെങ്കിൽ ആന നോക്കറോ എന്നുള്ള പറയാനുള്ള പോലും തോന്നിയില്ല. ആനനെ തൊടാനൊക്കെ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ബട്ട് തൊടാനൊന്നും പറ്റില്ല. അത്യാവശ്യം ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല രസമായിരുന്നു കേട്ടോ. ഞാനും അവനും കൂടി മറ്റേ അടുത്തടുത്തായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ നേരത്തെ ഓടി ഓരോ സ്ഥലത്തേക്ക് വേണ്ടിയായിരുന്നു കേട്ടോ ഗൈസ്. ഷിഹാബ് മാമാക്ക് 4 മക്കളാണ് കേട്ടോ ഗൈസ്. 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ അങ്ങനെ കുറേ ആനകളൊക്കെ കണ്ടു കേട്ടോ ഗൈസ്. ചില ആനകൾക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ബട്ട് ഒന്നും ഒരു എക്സ്പെക്റ്റ് ചെയ്ത് അത്ര വന്നില്ല എന്നുള്ളൂ കേട്ടോ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ആനകളൊക്കെ ആയിട്ട് നല്ല ക്രേസ് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടമാവും ഗൈസ്. ബട്ട് എനിക്കെന്തോന്ന് അറിയില്ല, പ്രോബബ്ലി പറ്റിയില്ല ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇഷ്ടമാവും, ബട്ട് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല ഗൈസ്. കാരണം എനിക്ക് പറ്റിയില്ല, ബട്ട് പറ്റണവർ കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. അതേപോലെ തന്നെയാണ് ഇതും. എനിക്ക് എല്ലാം ഒന്നും പറ്റിയില്ല, ബട്ട് ചില മൂമെൻറ്റ്സ്, വളരെ കുറച്ച് മൂമെൻറ്റ്സ് മാത്രം പറ്റി ഗൈസ്. ഞാനിത് എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ പറയാം കേട്ടോ ഗൈസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ബട്ട് എന്തായാലും പോവാതിരിക്കുന്നതിനേക്കാളും നല്ലൊരു ഇതാണ് കേട്ടോ ഗൈസ്. കാരണം അവിടെ നിന്ന് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോയോണ്ടൊരു രസമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതങ്ങനെ ഇതിൽ ഇരുന്നിട്ട് പോവാം കേട്ടോ ഗൈസ്. ഇരുന്നിട്ട് പോകാൻ എന്തായാലും രസം ഉണ്ടാവില്ല, കാരണം വെറുതെ റൗണ്ട് അടിക്കുകയുള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ ഇതൊക്കെ കാണാനും കൂടി പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാലേ ഗൈസ്. അങ്ങോട്ട് എൻട്രൻസ് ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. ബട്ട് ഗൈസ് അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ ഗൈസ് ആനക്കോട്ടയിൽ.
ഇത് ഗൈസ് ഇതിന് മൊത്തം ഒന്ന് റീമേക്ക് ചെയ്ത് ഇത് എടുത്തിട്ടൊരു വാട്ടർ തീം പാർക്ക് ആക്കിയോ എന്ത് രസമായിരിക്കില്ല ഗൈസ്. എനിക്ക് എന്താണെന്നറിയില്ല, വാട്ടർ തീം കാരണം എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഗൈസ്. എന്താണെന്നറിയില്ല, ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ വലിയ സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഒന്നാണെങ്കിൽ സ്നോ വേണം, അല്ലെങ്കിൽ വാട്ടർ തീം പോലെ എന്തെങ്കിലുമൊക്കെ വാട്ടറിൽ ഇറങ്ങാൻ പറ്റണം. അതുകൊണ്ട് ബീച്ച് അല്ലെങ്കിൽ വാട്ടർ തീം പാർക്ക്സ് ഇങ്ങനെ, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം, കുളം എന്താണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് എന്തുവാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. അല്ലാത്തൊക്കെ ഇഷ്ടമാണ്, എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ടൂറൊക്കെ പോകണമെങ്കിലും വണ്ടർല്ല. ഇത് ഇക്കൊല്ലം അതാ പോയി ഗൈസ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്, കാണാത്തവർ പോയി കാണുക കേട്ടോ ഗൈസ്. അപ്പോൾ വണ്ടർല്ല, ബ്ലാക്ക് തണ്ടർ, ഡ്രീം വേൾഡ്, എൻ്റെ സ്ഥലത്തുള്ള കുറച്ച് പോപ്പുലറായിട്ടുള്ള തന്നെ ആയിട്ടുള്ള കുറച്ച് പാർക്കുകളാട്ടോ ഗൈസ്. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടം ഗൈസ്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചിലർക്ക് ഈ ആനയായിട്ടൊക്കെ ക്രേസ് ഉണ്ട്, ചിലവർക്ക് ഇങ്ങനെ ബസ്സായിട്ട് മാത്രമുണ്ട്. എൻ്റെ ക്ലാസ്സിലുണ്ട് കേട്ടോ അതേപോലെ. എനിക്ക് എന്തായാലും എൻ്റെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വാട്ടറായിട്ടാണ് എൻ്റെ മോസ്റ്റ് അട്രാക്ഷൻ കേട്ടോ ഗൈസ്. അവിടെ 2 ആനകളുണ്ട്. ആനകൾ എന്താണെന്നറിയില്ല, എനിക്ക് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ വെറുതെ വരുന്ന പോലെ ഉണ്ട് ഗൈസ്. എന്താണെന്നറിയില്ല, എനിക്ക് ഈ വാട്ടർ തീം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റണം, അത്രേ ഉള്ളൂ ഗൈസ്. എവിടെയാണെങ്കിലും ഇപ്പോൾ ചെറിയൊരു പുഴയാണെങ്കിലും നമുക്കൊരു മുങ്ങാൻ പറ്റുന്ന ഒരു ഇതുണ്ടെങ്കിൽ ഗൈസ്, ഞാനവിടെ മണിക്കൂറുകൾ കളിച്ചോണ്ടിരിക്കും, മടുക്കില്ല ഗൈസ്. വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ. അതും നമ്മുടെ കൂടെ ആരെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്താനേ തോന്നില്ല കേട്ടോ ഗൈസ്. ടൂറൊക്കെ പോയി എന്തായാലും ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് നിർത്താൻ തോന്നില്ല, കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റൈഡിൽ കയറിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ പുഴകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ, എന്നാലും ഞാനൊക്കെ ആണെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ മിനിമം അതിൽ വെറുതെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങാനേ തോന്നില്ല, വെറുതെ സംസാരിക്കും, വെറുതെ മുങ്ങിയും. പിന്നെ ആർക്കൊക്കെ കൂടുതൽ നേരം ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റുക നോക്കും ഗൈസ്. നിങ്ങളൊക്കെ അങ്ങനെ നോക്കിയില്ലേ ഗൈസ്? സത്യം പറ, ഞാൻ എപ്പോഴും നോക്കാറുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളെ എല്ലാ 3 or 4 പേരൊക്കെ ആയിട്ട് ഗൈസ് ആരാണ് കൂടുതൽ. ബട്ട് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാൻ മിക്ക ഓൾമോസ്റ്റ് 90 or 95% ഞാനാണ് ജയിക്കാറ്. കാരണം എന്നിട്ട് അവർ തന്നെ ചോദിക്കും, അവർ എണീറ്റിട്ട് പിന്നെ ഒരു 40 seconds ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എണീക്കുക. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും, നിനക്ക് എങ്ങനെയാണ് ഇത് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഒരു ടാങ്ക് ഉണ്ട്, ഈ നമ്മൾ വെള്ളം നിറയ്ക്കുന്ന ടാങ്കില്ലേ, അതിൻ്റെ ഒരു പൂള് പോലെ ഉള്ള ഡിസൈനാണ് അത്. പറഞ്ഞാൽ ചില ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ വലിയൊരു ഡപ്പ ഉണ്ടാവുമല്ലോ, എന്താ ടാങ്ക്, ആ ഒരു ടാങ്ക് പോലെയല്ല, 2 ടൈപ്പ് ടാങ്ക് ഉണ്ടല്ലോ. അതിൽ ഇങ്ങനത്തെ ടാങ്ക് ആണെങ്കിൽ നല്ല രസം കേട്ടോ ഗൈസ്. അതിൽ അത്യാവശ്യ സ്ഥലം, വളരെ ചെറുതാണ് എന്നാലും എൻ്റെ ഒരു ഇടുപ്പിൻ്റെ മുകളിലുണ്ടാവും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഹൈറ്റ്. എന്നാൽ പിന്നെ നീന്താനൊന്നുമില്ല, ഞാൻ കടന്ന് എത്രയുണ്ടാവും അത്രയേ ഉള്ളൂ. ബട്ട് ഞാൻ അതിലിങ്ങനെ മുങ്ങി പ്രാക്ടീസ് ചെയ്യും. ഞാൻ ചില സമയത്തൊക്കെ 2 minute വരെ നിന്നുണ്ട് കേട്ടോ ഗൈസ്, ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട്. അതേപോലെ അപ്പോൾ അവർക്ക് അത്ര പറ്റില്ല ഗൈസ്. 2 minute എന്നൊക്കെ പറയുമ്പോൾ ടഫ് തന്നെയാണ്, എന്നാലും എനിക്കത് ഇങ്ങനെ ഒരു കുറേ വട്ടം, ഒരു 20-23 വട്ടമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടാവും ഗൈസ്. കറക്റ്റ് ഒരു 25-ൻ്റെയൊക്കെ മുകളിൽ ചെയ്തിട്ടുണ്ടാവും കേട്ടോ, 25 to 35 താഴെ അങ്ങനെയൊക്കെ. ഇങ്ങനെ 2 minute വെച്ച് ഇങ്ങനെ വെറുതെ നിൽക്കും കേട്ടോ ഗൈസ്, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മമ്മി ഇങ്ങനെ ചീത്ത പറയും എന്തെങ്കിലുമൊക്കെ ആയാലോ പറഞ്ഞിട്ട്, നല്ല രസമായിരുന്നു അത്. ഇടയ്ക്കൊക്കെ ഞാൻ പോകുമ്പോൾ മാത്രമേ, അതേപോലെ ഇങ്ങനെ 10 ദിവസമൊക്കെ പോകുമ്പോഴാണ് അതിങ്ങനെ ക്ലീനാക്കി അതിൽ വെള്ളം നിറയ്ക്കുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോഴൊക്കെയാണ് എനിക്ക് ക്ലീനാക്കാൻ നല്ല ഇഷ്ടമാണ്. കാരണം ഗൈസ് എന്താ രസം, നമ്മളതിൽ കുളിക്കാൻ പോണ് അല്ലെങ്കിൽ ഇങ്ങനെ അതിൽ ഇറങ്ങാൻ പോണെന്ന് പറഞ്ഞാൽ നമുക്കായിട്ടൊരു എനർജി, ഒരു സന്തോഷവും വരുമ്പോൾ നമ്മളത് തന്നെ ചെയ്യും കേട്ടോ ഗൈസ്. അതേപോലെ തന്നെയായിരുന്നു ഇതും. അതിൽ ഫുള്ള് ക്ലീനിങ് ഞാനായിരുന്നു ചെയ്തത്, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് പണിയൊന്നുമില്ല, എന്തൊക്കെയാണെങ്കിലും മൊത്തം ഞാൻ അതിൽ ചെയ്യും കേട്ടോ, നല്ല രസം അത്. കാരണം നമ്മളായിട്ട് സന്തോഷപ്പെട്ടിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ചിലവരുണ്ട് സന്തോഷിച്ചിട്ടോ അല്ലെങ്കിൽ നല്ല ഇഷ്ടമായിട്ടോ പഠിക്കുന്നവർ, അവരൊന്നായി പഠിക്കും. പിന്നെ നമ്മളെന്നൊക്കെ പറഞ്ഞാൽ മിക്കവരും അങ്ങനെ സന്തോഷത്തിനൊന്നുമല്ല, പഠിച്ചേ പറ്റൂ എന്നുള്ളതുകൊണ്ട് പഠിക്കും. ഞാൻ ആ ഒരു ടൈപ്പിലാണ് ഗൈസ്. പിന്നെ കുറേ ആനകളുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം പോലെ ആനകളെ കണ്ടു കേട്ടോ ഗൈസ്. ഒറ്റക്കൊമ്പനുണ്ട്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പാണ് തോന്നുന്നു ഗൈസ്. ഒറ്റക്കൊമ്പനൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പാണ്. പിന്നെ
ഒരു ആനനെ കണ്ടുട്ടോ ഗൈസ്, നല്ല വലിയ കൊമ്പുള്ള ആന. ഓഫ്, അത് വലിയ കൊമ്പ് കിട്ടോ ഗൈസ്, ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു കൊമ്പുള്ള ആനനെയൊക്കെ ഞാൻ കണ്ടു കേട്ടോ ഗൈസ്. ഞാനും അർസാനും എല്ലാവരും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഗുരുവായൂരാണല്ലോ വന്നിരിക്കുന്നത്. ഗുരുവായൂരല്ല, തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരിൻ്റെ ഒരു അറ്റം ഗുരുവായൂർ. നമ്മൾ കല്യാണം ഗുരുവായൂരിലായിരുന്നെങ്കിലും തൃശ്ശൂരിലായിരുന്നു കേട്ടോ. ആനക്കോട്ട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഏകദേശം 80 കിലോമീറ്ററോ 84 കിലോമീറ്ററോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. ഒരു 80 റേഞ്ച് എന്തായാലും ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കൂറിന് ഡ്രൈവ് ഉണ്ട് കേട്ടോ ഗൈസ്. ശരിക്കും അത് കുറച്ച് പണിയാണ്. ഡ്രൈവിങ് എനിക്ക് പറ്റാത്തതുകൊണ്ട് എനിക്കത് കുറച്ച് പണിയാണ് കേട്ടോ ഗൈസ്. പിന്നെ എന്താണ്, നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ ഒരുപാടൊന്നും സ്പെൻഡ് ചെയ്യാനില്ലെങ്കിലും ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ എന്തായാലും ഉണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ ഒരു ഇതിൽ എനിക്കിഷ്ടമായില്ല. ബട്ട് ഇത് കുറേ പേര് ഇഷ്ടത്തോടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്കത് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല എന്നുള്ളൂ കേട്ടോ ഗൈസ്. ഇവിടെ ഞങ്ങളിങ്ങനെ തമാശ പറഞ്ഞും ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അത് വല്ലാത്തൊരു രസം തന്നെയാണ് കേട്ടോ ഗൈസ്. തമാശയൊക്കെ പറഞ്ഞിട്ട് നടക്കുമ്പോൾ ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് പറ്റും, ബട്ട് എല്ലാവർക്കൊന്നും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചിലപ്പോൾ ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കുറച്ച് ആനകളുണ്ട്, പിന്നെ അവരും കുളിപ്പിക്കുന്നത് കാണാൻ പറ്റും, ഒരു കുളമുണ്ട്, അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇപ്പോൾ ഈ എൻറ്റയർ വീഡിയോയിൽ എന്താണ് നമുക്കിപ്പോൾ സ്പെസിഫൈ, അത് കാരണം അങ്ങനെ ചെറുതാക്കി പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കുളം ഗൈസ്. ഇത് മീനൊക്കെ കണ്ടു കേട്ടോ. ഞാനും ഫൈസി എന്നാണ് കേട്ടോ അവനെ വിളിക്കുക. അവൻ്റെ പേര് കുറച്ച് വലിയ പേരാണ്, കുറച്ച് പറയാൻ ടഫാണ് ഗൈസ്. ഞങ്ങൾ ആ ഒരു കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി എടുത്തു കേട്ടോ ഗൈസ്. പിന്നെ അവനെ ഫൈസി എന്നാണ് വീട്ടുകാരൊക്കെ വിളിക്കുക ഗൈസ്. പിന്നെ ഞാനും അവനെ ഫൈസി എന്ന് തന്നെ വിളിക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ ഫൈസീൻ്റെ താത്താക്കും ഒരു ചാനലുണ്ട് കേട്ടോ ഇതേപോലെ. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ല, എന്നാലും ആദ്യത്തേക്ക് കാണുന്നത് കേട്ടോ ഗൈസ്. അവർക്കെന്തോ 8K സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അന്ന് കണ്ടതിൽ വെച്ചപ്പോൾ ഗൈസ് അവരും നമ്മളെ പോലെ ഏകദേശമൊക്കെ സെയിം ആണ് കേട്ടോ. കാരണം അവരും ഇതേപോലെ 2.5 വർഷവും നമ്മൾ 2 വർഷവും, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ക്ലോസ് ടു 6K ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് ഒക്കെ നമ്മൾ നോക്കണം കേട്ടോ ഗൈസ്. നമ്മൾ ഇതുവരെ ഒരു കമൻറ്റ് പോലും മിസ് ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. ഓരോ സപ്പോർട്ടും എത്രയോ വില ഏറിയതാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കുറേ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. ഡിഫറെൻറ്റ് ഞാൻ സ്ട്രോബെറി എടുത്ത്, അവൻ ചോക്ലേറ്റ് എടുത്ത്, ചിലവർ മാംഗോ എടുത്തു, ചിലവർ കോക്കനട്ട് എടുത്തു, ചിലവർ ചക്ക എടുത്തു കേട്ടോ ഗൈസ്. ചക്ക എനിക്ക് അതിലാണ് ഇത് അത്ഭുതം തോന്നി. ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. ചക്ക ഫ്ലേവർ എനിക്ക് ഒന്നാമത് ചക്ക ഇഷ്ടമല്ല. നിങ്ങൾക്കിപ്പോൾ ചക്ക ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ഇല്ല, അതിനെയാണ് ഗൈസ് ചക്ക എന്ന് പറയുക. എൻ്റെ വീടിൻ്റെ സ്ഥലം ചക്കാന്തറ, അതിലും ചക്കയുണ്ട്. ബട്ട് എനിക്ക് ഒട്ടും ചക്ക ഇഷ്ടമല്ല കേട്ടോ ഗൈസ്. ഞങ്ങളെല്ലാവരും കൂടി അവിടെ ബാക്കിലും ഈ വണ്ടിയിൽ വെറുതെ ഇരുന്നു കേട്ടോ ഗൈസ്. കാരണം ഇത്ര നേരം നടക്കിയിരുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കേണ്ട, അതുകൊണ്ട് ഗൈസ് ഞങ്ങൾ ഇരുന്നു കേട്ടോ ഇവിടെ. ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ വരണതിൽ വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ കൂടെ വരണോണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇതാ അവിടെ ജ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഐസ്ക്രീം വാങ്ങി കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ ചൂടുണ്ടായിരുന്നില്ല ആ ദിവസം, കാരണം നമ്മൾ 3:30 വന്ന്. എന്നിട്ട് പോകുമ്പോൾ എന്താ ഏകദേശം 5:30 6 അങ്ങനെ എന്തോ ആയിട്ടോ ഗൈസ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ഹൈലൈറ്റ് മാളിൽ പോവാന്ന് കേട്ടോ ഗൈസ്. ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ, ഞാനും ഫൈസിയൊക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഗൈസ്. കാരണം ഒരുമിച്ച് പോവല്ലേ. ഹൈലൈറ്റ് മാളിൻ്റെ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഗൈസ്. അയ്യോ, ആ ഒരു വീഡിയോ കൂടി വന്ന് സെറ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര. നമുക്കപ്പോൾ ഇനി ഹൈലൈറ്റ് മാളുടെ വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ വരുന്നുണ്ട്, ഞാൻ ഒന്നും സസ്പെൻസ് വിളിക്കുന്നില്ല. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.